ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് സിബ് വയ്ക്കണതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ ടോപ്പിലും നമുക്ക് പെട്ടെന്ന് എങ്ങനെ എളുപ്പത്തിലൊരു സിബ് വെച്ചെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ സൈഡ് ഭാഗത്താണ് ചെയ്യണേ കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഒരു ബ്ലൗസാണ് കേട്ടോ. പ്രിൻസസ് കട്ടിൻ്റെ സാരി ബ്ലൗസാണ്. അപ്പം എൻ്റെ സൈഡിൽ സിബ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നേക്കണേ കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് അത് ഷേപ്പ് ഭാഗം വണ്ണം കുറവുള്ളവർക്ക് സൈഡിൽ ഇങ്ങനെ സിബ് വെച്ച് കൊടുത്താലാണ് നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഷേപ്പ് ഒരുപാട് കുറവുള്ളവർക്ക് ഷേപ്പ് അധികം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഒരു സിബ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടാനും ഊരാനൊക്കെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സിബ്ബാണ് കേട്ടോ ഇവിടെ കൊടുക്കണത്. അതെ, ഇങ്ങനെ ഒരു അടിപ്പ് നമ്മൾ കറക്റ്റ് അതിൻ്റെ ഷേപ്പ് ഒക്കെ കറക്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ഒറ്റ സ്റ്റിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. വലിയ കാണിയിട്ട് ഒറ്റ സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് സിബ് ചെയ്ത് കഴിയുമ്പോൾ അഴിച്ചു കളയാനുള്ളതാണ് ഈ കൊടുത്തേക്കണ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതേ നമ്മൾ വിടർത്തി ഇതേ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ നല്ല ഭാഗത്തിൻ്റെ പീസ് കാണുന്ന ഭാഗത്ത് വെച്ചാണ് നമ്മൾ ഇത് സിബ് കൊടുക്കണേ കേട്ടോ. ഈ ഭാഗത്ത് വെച്ചാണ് സിബ് കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിച്ചിങ് അവിടെ നിൽക്കാതെ തന്നെയാണ് നമ്മൾ സിബ് കൊടുക്കണം കേട്ടോ. അപ്പോൾ സിബ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ പൈപ്പിംഗ് ഫൂട്ടിട്ട് സിബ് അടയ്ക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളൂ സിബ്. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ സിബ് കൊടുക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതലും നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം ലൂസായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരുപാട് വണ്ണം അധികം ഉള്ളവർക്ക് കുഴപ്പമില്ല. ചിലർക്ക് ചെസ്റ്റ് വണ്ണം കൂടുതലും ഷേപ്പിൻ്റെ ഭാഗം കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഷേപ്പ് തലയിൽ കൂടെ ഇങ്ങനെ കടത്തുമ്പോൾ സിബ് കൊടുത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ കേട്ടോ. സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിയാൻ പാടില്ലാത്തവരുണ്ടാവുമല്ലോ. അങ്ങനെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സിബ് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് താഴ്ഭാഗത്തുനിന്ന് തുറക്കാൻ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേല. അപ്പോൾ ഇത് സിബിൻ്റെ ലോക്ക് കറക്റ്റ് ഇവിടെ വരാൻ കറക്റ്റ് നമുക്ക് ലെങ്ത്ത് എവിടെയാണോ വന്നെ ആ ഭാഗത്ത് ഈ ലോക്ക് വരാൻ കണക്കിന് വച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ചിങ് തുടങ്ങാൻ. അപ്പോൾ ആദ്യം തന്നെ എൻഡിലിട്ടല്ല സിബിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ സിബിൻ്റെ ഈ ഇപ്പുറത്തെ അറ്റ ഭാഗത്ത് നമ്മൾ വെറുതെ സിബ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഒരേ അടിപ്പ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഈ ഭാഗത്ത് അടിച്ചിട്ട് രണ്ട് ഭാഗത്തും അടിച്ചു കൊടുക്കും. ഈ ടോപ്പിൻ്റെ നമ്മൾ ബാക്കിലും സിബ് കൊടുത്താണ് ചെയ്തേക്കണേ കേട്ടോ. ബാക്കിൽ സിബ് കോളറാണ്. അപ്പോൾ സിബും കൊടുത്താണ് ചെയ്തേക്കണേ. അങ്ങനെ ഒരു സ്റ്റിച്ചും കഴിഞ്ഞ് അടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടാമതും ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തതേ. എന്നിട്ട് നമ്മൾ ആ തയ്യൽ അഴിച്ചു കളഞ്ഞു. ഇപ്പോൾ സിബ് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കില്ല. എന്നൊക്കെ സിബ് ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇനി ഞാൻ വരാം കേട്ടോ. സൈഡിൽ സിബ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുമോ അല്ലെങ്കിൽ മടക്കിയിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമോ എന്താ വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ സിബ് വയ്ക്കണത് ഇനിയും ഞാൻ വീഡിയോയിൽ ഇടണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ സൈഡ് കൊടുത്തു എന്നുള്ളൂ. ഇതിൻ്റെ സെൻറ്ററിലും സിബൊക്കെ വെച്ചതാണ് ഈ ടോപ്പ്. അതിൻ്റെ കോളർ വന്നേക്കണതുകൊണ്ട് സെൻറ്ററിലും സിബില്ലാതെ പറ്റില്ല. അപ്പോൾ രണ്ട് സിബ് കൊടുത്താണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തേക്കണേ കേട്ടോ. കണ്ടോ, സിബ് എല്ലാം അവിടെ സ്റ്റിച്ചിങ്ങാണ് വന്നേക്കണേന്നാണ് അറിയുള്ളൂ. സിബ് വന്നത് അറിയാൻ പറ്റില്ല. ആ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. എളുപ്പമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.